കൊല്ലം സ്വദേശിയായ 16-കാരി കുഞ്ഞിന് ജന്മം നൽകി. ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പിന്നെ ശരിക്കും മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലത്ത് 16 വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ്. ജനുവരി 13-നാണ് ഇതിന് ഈ ഒരു സംഭവം ഉണ്ടായത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഘം അവിടെ എത്തുകയും ചെയ്തു. കുട്ടി ഈ 16-കാരിയുടെ മൊഴി ഇത് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരന് 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തമാശയ്ക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക്. ഒന്ന് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന ആ പഴയ കാലമൊന്നുമല്ല ഇന്നത്തേത്. ഇന്നത്തെ കാലത്ത് 6ഉം 7ഉം വയസ്സുള്ള കുട്ടികളടക്കം പോൺ വീഡിയോസിന് അഡിക്റ്റഡായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. 10ഉം 12ഉം മക്കളുള്ള, അല്ലെങ്കിൽ പണ്ട് ആൾക്കാർ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഒന്നിച്ച് ഒരു റൂമിൽ ഒരേ തറയിൽ പാവിരിച്ച് ഒന്നിച്ച് കിടന്നുറങ്ങിയാലും ഒന്നും പറ്റാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് 6ഉം 7ഉം വയസ്സുള്ള ഒരു സഹോദരനും സഹോദരിയും ഒന്നിച്ച് ഒരു റൂമിൽ കിടത്തിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. സഹോദരൻ്റെ കുഞ്ഞിനെ സഹോദരി പ്രസവിക്കും. അത്രയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന കാര്യം. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നാണം കെടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു കൊല്ലംകാരിയാണ്. പ്രധാനമായിട്ടും പലപ്പോഴും ഇങ്ങനത്തുള്ള പീഡന വാർത്തകളോ അല്ലെങ്കിൽ കൊലപാതകങ്ങളോ കത്തിക്കുത്തുകളോ ഇങ്ങനെ ഏറ്റവും അക്രമകരമായിട്ടുള്ള അല്ലെങ്കിൽ നാണം കെടുന്ന വാർത്തകൾ കാണുന്ന സമയത്ത് അതിനിടയിൽ കമൻറ്റ് സെക്ഷനിൽ എപ്പോഴും കാണാറുള്ളതാണ്, കൊല്ലമല്ലേ, ഇതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ ഇങ്ങനെ തന്നെയാണ്. അത്രയും ഇതായിട്ട് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമോ എന്തൊക്കെയോ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല രാജ്യങ്ങളുടെ ന്യൂസ് എടുക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. കാരണം നമ്മൾ ഇന്ത്യക്കാരനോ ഇന്ത്യക്കാരിയോ ആണ്. ഇനി അതിലേക്കെന്ന് ചുരുങ്ങി കേരളം എന്ന് പറയുന്ന സംസ്ഥാനങ്ങളുടെ ഇടയിൽ കേരളത്തിലെ നല്ലൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് ആ കേരളത്തിലെ ജനിച്ച വ്യക്തി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് അഭിമാനിക്കാറുണ്ട്. അപ്പോൾ കേരളമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇനി ജില്ലകൾ എടുക്കുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മുടെ ജില്ല ഏതാണോ അതിനെക്കുറിച്ച് കേൾക്കുന്നത്, നല്ലതോ ചീത്തയായിട്ടുള്ള വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ അതിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ നാട് കൊല്ലമാണ്. ആ കൊല്ലത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് ഇത്തരത്തിലൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഒരുപാട് മാനം കെട്ടുവോ നാണം കെട്ടുവോ എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻസോ അല്ലെങ്കിൽ എന്തൊക്കെയോ വേദനകളോ ഒരുപാട് തല കുനിച്ച് നാണം കെട്ട് തല കുനിച്ചു ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതിൻ്റെ മറ്റൊരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു രക്ഷിതാവാണ്, കൃത്യമായി പറഞ്ഞാൽ ഒരു ആൺകുഞ്ഞിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ കുട്ടികളെ 7-8 വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടികൾ എന്ന് പറയുമ്പം ആൺകുട്ടികളും പെൺകുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മാനക്കേട് ഉണ്ടാക്കി വയ്ക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൽ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാനക്കേട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടുകാരുടെ ഇഷ്ടപ്രകാരമല്ലാതെ ഏതെങ്കിലും ഒരു പയ്യനോട് ഇഷ്ടം തോന്നി വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങി പോകുന്ന സമയത്ത് സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു നാണക്കേടുണ്ട്. ഇതാണ് ഒരു പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്, മാതാപിതാക്കൾക്ക് എതിരായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നാണക്കേട് ഉണ്ടാക്കി വെക്കൽ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് അവിടെയാണ് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവന് ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ രക്ഷിതാക്കളെ മാനം കെടുത്താൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ ജീവിതം തുലയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക, പീഡിപ്പിച്ച് നശിപ്പിക്കുക. അപ്പോൾ എപ്പോഴും നമ്മളൊരു ആൺകുട്ടിയുടെ രക്ഷിതാവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൂടുതലായിട്ട് അവനെ ശ്രദ്ധിക്കണം, അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, അവനെ നല്ലൊരു വ്യക്തിയായിട്ട് വളർത്തിയെടുക്കുന്നതിൽ കൂടുതൽ പങ്ക് നമ്മൾ വഹിക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഓരോ രക്ഷിതാക്കളെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്തെ വീട്ടിൽ ദാമോദരൻ ചേട്ടൻ്റെ മോനും +2-നാണ്, എൻ്റെ മോനും +2-നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് വരുന്ന സമയത്ത് ആ ചേട്ടൻ്റെ മോനെക്കാളും ഒരു മാർക്കെങ്കിലും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. അവൻ ഈ പറയുന്ന മലയാളം മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരിക്കണം. അവൻ NCERT പഠിക്കുന്നെങ്കിൽ എൻ്റെ മോൻ ഈ പറയുന്ന CBSE ലെവലിൽ പഠിക്കണം. ഇനി അവൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണെങ്കിൽ എൻ്റെ മോൻ ഡോക്ടറിനെ പഠിക്കണം. ഇങ്ങനെയുള്ള കുറേ വാശികൾ നടപ്പിലാക്കാനുള്ള വെറും ടൂൾസ് ആയിട്ട് മാത്രം കുട്ടികളെ കാണുന്ന ഒരു കൂട്ടം രക്ഷിതാക്കളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ രാവിലെ ഇറങ്ങി പോവുക, ഈ അച്ഛനും അമ്മയും ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ 2 പേർക്കും ജോലി കാണും, പല തരത്തിലുള്ളതായിരിക്കും അവരുടെ ജോലികൾ എന്ന് പറയുന്നത്. ആ ജോലിക്ക് ഇറങ്ങി പോകുന്നു, കാശ് സമ്പാദിക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കുട്ടികളെ എവിടേക്കോ ട്യൂഷന് വിടുന്നു, സ്കൂളിലേക്ക് വിടുന്നു, അവരുടെ മാർക്കുകൾ വരുന്നു, അത് മാത്രം ചെക്ക് ചെയ്യുന്നു. അതിലപ്പുറത്തേക്ക്
ആ കുട്ടികൾ ഓരോ ദിവസവും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ആ കുട്ടികളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാരാണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ഇടപെടുന്നു, അവരുടെ വർത്തമാനങ്ങൾ ഏത് തരത്തിൽ പോകുന്നു, അവർക്ക് ഫോൺ മേടിച്ചു കൊടുക്കുക, അവർ ചോദിക്കുന്ന സമയത്ത് തന്നെ ഫോൺ മേടിച്ചു കൊടുക്കുക, അവർക്ക് പ്രത്യേകമായിട്ട് ഒരു റൂം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റുകളാണ് ഇന്ന് മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അവരുടെ ബാഗെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് പരിശോധിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം. കാരണം അവരെന്തൊക്കെയാണ് അതിൽ കൊണ്ടു നടക്കുന്നത്, ആരെയൊക്കെയാണ് അവർ വിളിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വീഡിയോസാണ് ആ ഫോണിൽ നോക്കുന്നത്, എന്തിനാണ് ഫോണിന്റെ ആവശ്യമെന്ന് പോലും അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് രാത്രി 10 മണിക്ക് ശേഷമെങ്കിലും അവർ ഒറ്റ റൂമിലാണ് കിടക്കുന്നതെങ്കിൽ അത് വാങ്ങി വെക്കാനുള്ള അത്രയും ഒരു ബുദ്ധിയെങ്കിലും കാണിക്കാന്നൊരു സംഭവമാണ്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഒരുപാട് മാനങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് നമുക്ക് എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻസോ അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് എന്തൊക്കെയോ ആ രക്ഷിതാക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ഗർഭിണി മറ്റോ ആവുന്ന സമയത്ത് 9 മാസം വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു സമയക്രമത്തിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ശാരീരിക മാനസികമായിട്ടുള്ള സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെ ഒരു അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം ശാരീരികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ആ പെൺകുട്ടിയിൽ സംഭവിക്കും. അപ്പം ഇത്രയും കാലമായിട്ടും അല്ലെങ്കിൽ ഈ പ്രസവിക്കുന്ന ടൈം വരെയും ആ അമ്മയ്ക്ക് ആ കുട്ടിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്രത്തോളം ഈ പറയുന്ന ശ്രദ്ധയാണ് സ്വന്തം മകളുടെ കാര്യത്തിൽ ആ അമ്മ കൊടുത്തിരിക്കുന്നതെന്ന് ആലോചിക്കുന്ന സമയത്താണ് നമുക്കൊരു അന്താളിപ്പ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഇതുണ്ടാകത്തിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുന്നും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലുള്ള വാർത്തകൾ ഒരുപാടധികം കേട്ടിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കഴിഞ്ഞ് ഞെട്ടിയിട്ടുണ്ട്. ഭോപ്പാലില് ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് 7ഉം 8ഉം വയസ്സുള്ള ഒരു അനുജനും അനുജത്തിയും ഒരു റൂമിലാണ് കിടന്നുറങ്ങുന്നതെന്ന് പറയുന്നത്. ഫോൺ ഉപയോഗിക്കുമായിരുന്നു. കാരണം കൊറോണ ടൈം ആവുന്ന സമയത്ത് അവർക്ക് ഫോണിലാണ് അവർ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ രാത്രിയിൽ ആ സഹോദരൻ കണ്ടുകൊണ്ടിരുന്ന വീഡിയോസ് എല്ലാം ഫോൺ വീഡിയോസ് ആയിരുന്നു. 7 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണെന്ന് ആലോചിക്കണം. അനിയത്തി കുട്ടിക്ക് 6 വയസ്സോ മറ്റോ എന്താണോ ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവൻ ഈ വീഡിയോസ് കണ്ട് അതൊന്ന് പരീക്ഷിക്കാൻ തോന്നുന്നു. അതിന് പ്രകാരം സഹോദരിയിൽ പരീക്ഷിക്കുന്നു. ആ കുട്ടി പേടിക്കുന്നു. ആ സമയത്ത് അവളുടെ കൊങ്ങയ്ക്ക് വീട്ടുകാരോട് അമ്മയോട് പറയുന്ന ആ കുട്ടി പറയുന്ന സമയത്ത് കൊങ്ങയ്ക്ക് ശ്വാസം മുട്ടിക്കുന്ന സമയത്ത് കുട്ടി മരിക്കുന്നില്ല, പക്ഷെ ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ആ ബോധം നഷ്ടപ്പെടുന്ന സമയത്ത് ഇവൻ വല്ലാത്ത പരിഭ്രാന്തരാകുന്നുണ്ട്. അങ്ങോട്ട് എണീറ്റ് പോകുന്നുണ്ട്. തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് വീണ്ടും തട്ടി വിളിച്ചപ്പോഴത്തേക്ക് ആ കുട്ടി ബോധം വന്ന സമയത്ത് ഞാൻ അച്ഛനോടും അമ്മയോടും പറയാൻ പോകുമെന്ന് പറയുന്ന സമയത്ത് ആ കുട്ടിയെ കൊല്ലുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതിനേക്കാൾ അത്ഭുതം ഉണ്ടാക്കിയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം വീട്ടുകാർ അറിഞ്ഞിട്ടും അവസാനം ഇത് വെളിയിൽ പറഞ്ഞില്ല. കാരണം നാണക്കേടുണ്ട്. പിന്നീട് പോലീസ് അന്വേഷിച്ച് അത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇതൊരു വാർത്ത എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇതുപോലെ 8ലോ 9ലോ പഠിക്കുന്ന 2 കുട്ടികൾ, 8 9 വയസ്സുള്ള കുട്ടികൾ, തൊട്ടടുത്തുള്ള ഒരു കുട്ടി, പെൺകുട്ടി, ആ കുഞ്ഞിന് 8 9 വയസ്സുള്ള ഒരു കുട്ടിയെ മാത്രമായിട്ട് അത് ഈ പറയുന്ന മിഠായി കാണിച്ച് പ്രലോഭിപ്പിച്ച് ഏതോ ഒരു കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഇട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നു. ആലോചിക്കണം, 8 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് ചെയ്യുന്നത്, ആൺകുട്ടിയാണ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം അവൻ നേരെ ചെന്ന് അവൻ്റെ അമ്മാവനോട് പറയുന്നു. അമ്മാവൻ ചെയ്ത് കൂട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയെ കെട്ടി ഈ പറയുന്ന അവിടെയുള്ള കനാലിലോ നദിയിലേക്കോ എറിയുന്നു. പിന്നീട് പോലീസ് പിടിക്കുന്നു. അപ്പം എന്ത് കുട്ടികൾ ചെയ്തു കഴിഞ്ഞാലും അതിന് ഈ പറയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം രക്ഷിതാക്കളെ, മന്ദബുദ്ധികളായിട്ടുള്ള രക്ഷിതാക്കളെ, അവരുടെ ജീവൻ നശിപ്പിക്കുന്ന, തൊലയ്ക്കുന്ന, ഒരു വിവരവും ബോധവും ഇല്ലാത്ത കുറേയധികം രക്ഷിതാക്കൾ ഇന്നുണ്ടെന്നുള്ളത് പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ രക്ഷിതാക്കളെ ആ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റത്തില്ല. നല്ലപോലെ കുട്ടികളെ നല്ല സ്വഭാവത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന രക്ഷിതാക്കളും അങ്ങനെ ശ്രമിക്കുന്ന രക്ഷിതാക്കളും ഉണ്ട്. അതുപോലെ നല്ല കുട്ടികളായി വളരുന്ന ആൾക്കാരുണ്ട്. ചിലപ്പം അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് കുഴപ്പമുള്ള ആൾക്കാരായിരിക്കാം, ഈ പറഞ്ഞ കള്ളുകുടി മടിയും പിടിയൊക്കെ ഉള്ളതായിരിക്കാം. പക്ഷെ അത് കണ്ട് ശീലിച്ച് ഒരുപാട് വേദനയിൽ വളർന്ന ചില കുട്ടികൾ നല്ല വഴിയിലേക്ക്, അത് അവരുടെ സ്വഭാവ രീതിയാണ്. അവർ പഠിക്കുന്നത് കൊണ്ട്, നാട്ടിൽ ഇടപഴകുന്നതുകൊണ്ട്, സ്കൂളിൽ പോകുന്നതുകൊണ്ട്, അവർ വിദ്യ അഭ്യസിക്കുന്നതുകൊണ്ട് അവർക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ മെച്യൂരിറ്റി അത് കുഞ്ഞിലേ തന്നെ ഉണ്ടായിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ തന്നെ തീരുമാനിക്കും, എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജീവിതം അല്ല എനിക്ക് ഉണ്ടാവേണ്ട, അതിൽ നിന്നും സ്റ്റാൻഡേർഡ് അല്ല അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള സംസ്കാരമുള്ള ഒരു ജീവിതത്തിൽ എനിക്ക് ജീവിക്കണം. അങ്ങനെ വളരാൻ കഴിയുന്ന കുട്ടികളുണ്ട്. അപ്പം ഈ മെച്യൂരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്ന സംഭവത്തിന് പ്രായം വലിയ ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ പോലും ഈ ഫോൺ വെച്ച് കൊടുക്കുന്ന രക്ഷിതാക്കൾ, അതായത് മീൻസ് അവരെന്താണ് കാണുന്നതെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കുക എന്നൊരു സംഭവം. ഇനി വലിയ കുട്ടികൾക്ക് ഈ ഫോൺ പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ റൂമിൽ കയറിയിരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് അവരെ ആ ഫോൺ വാങ്ങിച്ചതിന് ശേഷം അറ്റ്ലീസ്റ്റ് ആ ഹിസ്റ്ററി എങ്കിലും നോക്കുക എന്നൊരു സംഭവമാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ടോ, ഹിസ്റ്ററി കാണുന്ന സമയത്ത് അതിനകത്ത് ഒന്നുമില്ലെങ്കിൽ അത് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ അവർ കണ്ടത് എന്തോ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പിന്നെ അവർക്ക് അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ കുറേയധികം കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ അവർ ഏത് രീതിക്ക് പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും എൻ്റെ കുട്ടിയല്ലേ, അവൻ അങ്ങനൊന്നും അല്ല, അല്ലെങ്കിൽ അവനെ ഞാൻ നേരെ എടുക്കും, വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് നോവെന്ന് പറഞ്ഞുകൊണ്ട് ആ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ കുറ്റം പറയുന്നവരെ ശത്രുവായി കണ്ടുകൊണ്ട് കുട്ടിക്ക് അവരുടെ മുന്നിൽ വെച്ച് തന്നെ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കുട്ടിയുടെ വിലപിടിപ്പുള്ള ആ ജീവിതമാണെന്ന് പോലും മനസ്സിലാക്കാതെ അത്രയും താന്നു പോകുന്ന ഒരുപാട് രക്ഷിതാക്കളും ഇന്ന് സമൂഹത്തിലുണ്ട്. അപ്പം ഈ ഒരു വാർത്ത കണ്ട സമയത്ത് ഒരുപാട് ഈ പറയുന്ന
മാനം കെട്ടുപോകുന്നൊരു കാര്യം ഉണ്ടാവുന്നതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എൻ്റെ നാട് കൊല്ലമാണ്, അതിലപ്പുറത്തേക്ക് ഒരു ആൺകുട്ടിയാണ് എനിക്കുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ അവനെ വളർത്തണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേടി ഉണ്ടാകാറുണ്ട്. കാരണം നമ്മൾ എത്ര നല്ല രീതിക്ക് വളർത്തിയാലും ഒരുപക്ഷെ അവർ ഇടപഴകുന്ന സാഹചര്യം, അവർ കൂട്ടുകൂടുന്ന ആ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ, ഇതൊക്കെ കൊണ്ട് കുട്ടികൾ ചിലപ്പം തെറ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എത്രമാത്രം കെയർ ആയി അല്ലെങ്കിൽ എത്രമാത്രം ശ്രദ്ധയോടിരിക്കണം, അവർ എത്രമാത്രം കെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം രക്ഷിതാക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറമുള്ള വാർത്തകൾ ഇനി എനിക്ക് തോന്നുന്നു കാലം പുരോഗമിക്കുന്നതനുസരിച്ച് ഇനി ഒരുപക്ഷെ ഈ പറയുന്ന സ്വന്തം സഹോദരനും സഹോദരിയും കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ലോകം മാറും എന്നുള്ളൊരു ചിന്തയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അത്രയ്ക്ക് പുരോഗമനമാണല്ലോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജന്മം നൽകിയ അച്ഛൻ തന്നെ മറ്റൊരു കുഞ്ഞിനെ ജന്മം നൽകാനായിട്ട് കാരണക്കാരനായി മാറുന്നു. അങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സ്വന്തം അമ്മ തന്നെ പെൺകുഞ്ഞിനെ വിൽക്കുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയും കുറേ വാർത്തകൾ നമ്മൾ കാണുന്നു. ഇതിൻ്റെ ഇടയിലാണ് സ്വന്തം സഹോദരനിൽ നിന്ന് ഈ പറഞ്ഞ സഹോദരി പ്രസവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പം എന്തൊക്കെയോ മാറ്റങ്ങൾ എവിടെയൊക്കെ സംഭവിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോണിൻ്റെ ഉപയോഗം, നമ്മൾ ടി വിയിലൂടെ കാണുന്ന പലതരത്തിലുള്ള ഈ പറയുന്ന വീഡിയോസ്. പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ പാഡ് എന്ന് പറയുന്നൊരു സാധനം കാണുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാവത്തില്ല. പക്ഷേ ഇന്ന് അവയർനെസ് ഉണ്ടാവണം, അത് ഒരുപാട് നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷെ അവരുടെ ചിന്ത മറ്റു പലതിലേക്കുമാണ് ഇതിലേക്ക് പോണേന്ന് പറയുന്നത്. കുട്ടികൾ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം പോലും നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ്. കുട്ടികളുടെ മുന്നിൽ നിന്ന് പഠിപ്പിക്കുന്ന സമയത്ത് പോലും അവർ ചിന്തിക്കുന്നതും പറയുന്നതിനെ അല്ലെങ്കിൽ പേടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് പല ടീച്ചേഴ്സും. ഈ പറയുന്ന അധ്യാപികമാരുടെ അവസ്ഥ എന്ന് പറയുന്നത് 9-ലോ 10-ലോ അല്ലെങ്കിൽ 7-ലോ 8-ലോ പഠിക്കുന്ന കുട്ടികൾ പോലും പ്രയോഗിക്കുന്ന ദ്വയാർത്ഥങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ്. അപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വീടുകളിൽ നല്ലത് മാത്രം പറയുകയും നല്ല രീതിക്ക് മാത്രം വളരുകയും ചെയ്യുന്ന കുട്ടികളുടെ യഥാർത്ഥ സ്വഭാവം അതുപോലെ ആവണമെന്നില്ല. നമ്മൾ പറയത്തില്ല ഈ പറയുന്ന പല മുഖമൂടികളും നമുക്ക് ധരിക്കാൻ പറ്റുമെന്ന്. അത്രയും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന കുബുദ്ധിയായിട്ടുള്ള മക്കൾ നമ്മുടെ ഇടയിൽ വളരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ആ രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ്. ആ കുട്ടികൾ ഏത് രീതിയിൽ പോയെന്ന് ചിന്തിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ പറ്റിപ്പോയ കാര്യമാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ സംഭവിച്ച എന്തൊക്കെയോ ഈ പറയുന്ന മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാതെ വന്നപ്പം മറ്റു ചിന്തകളിലേക്ക് പോയതിൻ്റെ ഫലമൊക്കെ ആവാം ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഇനിയിപ്പം ഇങ്ങനൊരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഇനി മുതലെങ്കിലും ഈ ഒരു വാർത്തയുടെ പ്രതിഫലനം എന്നോളം എങ്കിലും രക്ഷിതാക്കൾ മാറാൻ തയ്യാറാവട്ടെ. കാരണം രക്ഷിതാക്കളുടെ കയ്യിലാണ് സ്വന്തം മക്കളുടെ ഏറ്റവും വലിയ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥ ഇരിക്കുന്നത്. മറ്റാരും അത്രയും വലിയ സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൈകാര്യം നോക്കുകയേ ചെയ്യില്ല. അപ്പം അറ്റ്ലീസ്റ്റ് മക്കളെ നോക്കുക, മക്കളുടെ സ്വഭാവ രീതി മനസ്സിലാക്കുക, അവർക്ക് വരുന്ന ശാരീരിക മാനസിക സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ശ്രദ്ധയെങ്കിലും അവർക്ക് മുന്നിലേക്ക് കൊടുക്കുക. എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടാകുകയുള്ളൂ.